വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നോക്കി കൈയൊരു ബോക്സ് ഒക്കെ ഉണ്ടല്ലേ അപ്പം ഇന്ന്. അപ്പോൾ ഈ ഒരു ബോക്സ് എന്താ സംഭവം എന്ന് നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ. അപ്പോൾ ഈ ഒരു ബോക്സ് കൂടി നമ്മളിപ്പോൾ പറമ്പിൽ വന്നിരിക്കുന്നത് വേറൊന്നുമല്ല കേട്ടോ, നമുക്കിത് പറമ്പിൽ യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് പറമ്പിൽ വെച്ചിട്ട് നമുക്ക് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്കിത് അൺബോക്സ് ചെയ്താലോ. കുറച്ച് വെയിറ്റ് ഉള്ള സംഭവമാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇതിലെന്താ സംഭവം എന്നൊന്ന് അറിയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോളൂ കേട്ടോ. എന്തായാലും നമ്മൾ അൺബോക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഗസ് ചെയ്ത സെയിം സംഭവമാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ പറമ്പിൽ നമുക്ക് മിക്ക ടൈമിലും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു അടിപൊളി സംഭവം തന്നെയാണ്. നമ്മുടെ ഏലത്തിനാണ് മെയിനായിട്ട് കേട്ടോ അത് വേണ്ടത്. അപ്പോൾ അതിങ്ങനെ ഒരു കാർഡ്ബോർഡ് ബോക്സിലായിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതിൻ്റെ പൊക്കത്തുള്ള ഒരു കയറുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും അതൊന്ന് കളയട്ടെ. അപ്പോൾ അതിൻ്റെ മേളിലായിട്ട് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ അതോടെ ഒന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് പൊട്ടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ 50 മീറ്റർ റോളായി വന്നോണ്ടില്ല. എടുക്കുമ്പോൾ അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി നല്ല സെറ്റായിട്ട് തന്നെ നല്ല സേഫ് ആയിട്ടും കൂടിയാട്ടോ ഇവർ കെട്ടി വെച്ചിട്ടുള്ളത്. അതൊക്കെ നമുക്ക് അയച്ചു മാറ്റാം. ഇനിയിപ്പോൾ നമുക്ക് ഏലത്തിൻ്റെ പണികളൊക്കെ നമ്മൾ കാട് പറിക്കലും അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി ഇനി മരുന്നായാലും വളങ്ങളൊക്കെ ആയാലും കൊടുക്കേണ്ട ഒരു ടൈം കൂടി ആയാലും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതെന്തായാലും പെട്ടെന്ന് തന്നെ വാങ്ങിക്കാനും കാരണം. ഇതൊന്നും ഇല്ലാതെ നമ്മുടെ പറമ്പിലുള്ള പണികളൊന്നും നമുക്ക് സ്പീഡായിട്ട് നടക്കില്ല കേട്ടോ. അപ്പോൾ പറമ്പിൽ അതിനെപ്പോൾ ടെക്നോളജിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഡെവലപ്പ് ആവുന്നതനുസരിച്ച് നമുക്ക് പറമ്പിലായാലും ഒരുപാട് യൂസ്ഫുൾ ആല്ലേ. പല പണികളാണെങ്കിൽ എളുപ്പമാക്കാനൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. ഇങ്ങനെതാ നമ്മൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ കോട്ടിങ്ങും അയച്ചിട്ടുണ്ട്. പിന്നെ അതേപോലത്തെ 2 റിബണും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ അതുകൂടി നയിക്കട്ടെ. നമ്മുടെ ഓസ് നമ്മൾ അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഓസിൻ്റെ അറ്റം കണ്ടോ, ഇത് നമ്മൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ വേറൊരു അറ്റുണ്ടല്ലോ, ആ ഒരു വേറൊരു അറ്റത്ത് കൂടിയിട്ട് നമ്മൾ വെള്ളം ആയാലും അതേപോലെ നമ്മൾ അടിക്കുന്ന മരുന്നും കാര്യങ്ങളൊക്കെ വരുന്നത് വേറൊരു അറ്റത്ത് കൂടിയാണ്. അപ്പം എന്നാലും ഇതാട്ടോ നമ്മുടെ ഓസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇനി പറമ്പിലേക്ക് ഒന്ന് വലിച്ച് ലെവലാക്കി ഇടാനുണ്ട്. അതേപോലെ ഇപ്പം നമ്മൾ ഈ ഒരു ഓസ് വാങ്ങിക്കാൻ കാരണം വേറെ ഒരു കാര്യമുണ്ട്. നമ്മുടെ കയ്യിലുള്ളത് ഒരു 50 മീറ്ററിൻ്റെ ഓസായിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ഇതുവരെ നമ്മുടെ പറമ്പിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തേക്കും ഇങ്ങനെ എത്തുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കുറച്ചുകൂടി വാങ്ങിച്ചത്. അപ്പോൾ 50 മീറ്റർ കൂടി വാങ്ങിച്ചപ്പോൾ ഇപ്പോൾ എന്തായാലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തും കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമുക്ക് അധികം സമയം കളയാതെ നമുക്ക് ഇവിടെ നിന്ന് വലിച്ചു നോക്കാം. അതേപോലെ നമ്മളിപ്പോൾ അയച്ചിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അപ്പോൾ ഈ ഒരു പ്ലാസ്റ്റിക്കൊന്നും നമ്മളിങ്ങനെ ഇടാറില്ല കേട്ടോ. കാരണം നമ്മുടെ പറമ്പിൽ അങ്ങനെ പ്ലാസ്റ്റിക്കുകളൊപ്പം നമ്മൾ കുരുമുളക് തൈകളൊക്കെ പാകിയിട്ട് നമ്മൾ മുളപ്പിക്കാൻ വേണ്ടിയിട്ട് നടാൻ വേണ്ടി കൊണ്ടുവരില്ല. ആ ഒരു ടൈമിലായാലും നമ്മൾ ആ ഒരു കവറും കാര്യങ്ങളൊക്കെ എല്ലാം ഒരുമിച്ച് കൂടിയിട്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകാറാണ്. അതേപോലെ നമുക്ക് ഇതും ഇവിടെ നിന്ന് മാറ്റാട്ടോ. ഈ ഒരു അറ്റം കണ്ടോ, ഇതാണ് കേട്ടോ നമ്മൾ ഹാൻഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ത്രെഡൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഹാൻഡിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു അറ്റാണ്. അപ്പോൾ എന്തായാലും നമുക്കിനി ഈ അറ്റം മേളിലേക്ക് പോകുന്ന രീതിയിൽ വേണം നമുക്ക് വലിക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ മോട്ടറിൻ്റെ ആ ഒരു അറ്റം ഉണ്ടല്ലോ, മോട്ടർ കണക്ട് ചെയ്യുന്ന അറ്റം, അതാ ഇവിടെ വരുന്ന രീതിയിലാണ്. അപ്പോൾ മേളിൽ നിന്ന് ഇങ്ങനെ അടിച്ചടിച്ച് വരാനുള്ളത് നമ്മൾ. അപ്പോൾ മേളിലേക്ക് കൊണ്ടുപോകാം. മേളിലാട്ടോ നമ്മുടെ ഏലം ഉള്ളത്, ഇനി ബാക്കിയുള്ളത്. അപ്പോൾ എന്തായാലും മേളിലേക്ക് പോവാം. നമ്മുടെ ആ ഒരു ഓസിൻ്റെ ഒരു ഹാൻഡിൽ കണക്ട് ചെയ്യുന്ന അറ്റണ്ടല്ലോ നമ്മളിതാ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോണത്. അപ്പോൾ ആ ഒരു ഏലത്തിൻ്റെ സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇപ്പോൾ ഇത് ഒരു ഈവനിങ് ടൈമിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഓസൊക്കെ വലിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ചൊരു സമയം കിട്ടിയിട്ടുണ്ടാണ് നമ്മളിപ്പോൾ ഇത് ഓസ് വലിക്കാൻ വേണ്ടി വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നാളെ മരുന്ന് അടിക്കുന്നുണ്ട് നമ്മുടെ ഏലത്തിനൊക്കെ. അപ്പോൾ ഇപ്പോഴേ വലിച്ചിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ ആ ഒരു ഏലത്തിന് മരുന്ന് കലക്കലും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ ഓസൊക്കെ വലിക്കാൻ എന്നാൽ കുറച്ചൊരു ടൈം പോകുമല്ലോ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ നേരിനി മരുന്ന് കലക്കി അടിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഓസിൻ്റെ അറ്റൊക്കെ അടിച്ചിട്ട് അതുപോലെ തന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ആ ഒരു വെയിലിൻ്റെ ശക്തിയൊക്കെ ഒന്ന് നന്നായിട്ട് താഴ്ന്ന് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇപ്പോൾ ഇവിടെ പൊതുവേ. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് നോക്കി നമുക്ക് ഒരു സൺസെറ്റ് ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അത് അടിപൊളിയാണ് കേട്ടോ.
സൺസെറ്റ് കാണുന്ന ആ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ ഒരു ആകാശത്തിന്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടില്ല. അപ്പോൾ സൂര്യൻ എത്ര ഡിസ്റ്റൻസിലല്ലേ നമ്മുടെ, എന്നിട്ട് നോക്ക് സൂര്യനിലേക്ക് നോക്കുമ്പോൾ പിന്നെ ഇങ്ങനെ വേറെ സ്ഥലത്തേക്കൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ആ സൂര്യൻ്റെ ഒരു പവർ, ആ ഒരു വെട്ടത്തിൻ്റെ ഒരു പവർ നല്ല തന്നെയാണ്. അതേപോലെ തന്നെ ആ ഒരു സൺസെറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ വേറെയും ഒരു മല കാണുന്നുണ്ട്. ആ ഒരു മലയിൽ പകുതിയോളം ഫോഗ് വന്ന് തുടങ്ങിയിട്ടില്ല. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു മല അവിടെ ഉണ്ട് തന്നെ അറിയാൻ പറ്റില്ല. അവിടെ ഫുള്ളായിട്ട് മഞ്ഞുകൊണ്ട് മൂടപ്പെടുവേ. അത് നമ്മുടെ പറമ്പിൽ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതായത് ഇവിടുന്ന് ഇങ്ങനെ ഒരുപാട് മലകൾ നമുക്ക് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ട് പിന്നെ ഒത്തിരി മലകൾ കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഈ ഒരു ഈവനിങ് ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ അടിപൊളി തന്നെയാണ്. നമുക്കിവിടെ പണി എടുത്തുകൊണ്ടേയിരിക്കാൻ കേട്ടോ. അത്രയും നല്ലൊരു വൈബ് തന്നെയാണ് ഈ ഒരു ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ. കൂടുതൽ ഇതാ കാണുന്നൊരു മല കണ്ടാൽ ഹൈറ്റിൽ കുറച്ച് കുത്തനൊരു കോൺ പോലത്തെ ഷേപ്പിൽ വന്നിട്ട്, അപ്പോൾ ആ ഒരു മലയാണ് നമ്മുടെ ഇവിടെ അട്ടപ്പാടിലെ ഏറ്റവും വലിയൊരു ഉത്സവങ്ങളിൽ ഒന്നാണ് നമ്മുടെ മഹാശിവരാത്രി. അപ്പോൾ ആ ഒരു ശിവരാത്രി ഉത്സവത്തിൻ്റെ അന്ന് വിളക്ക് കത്തിക്കുന്ന ഒരു മല കൂടി ആട്ടത്. നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു വിളക്ക് കത്തുന്നതൊക്കെ നമുക്ക് അന്നത്തെ ഒരു ദിവസമൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അടിപൊളി ഇതിനെ കാണാൻ വേണ്ടി പറ്റേ. എന്തൊരു ഭംഗിയല്ലേ മലകൾക്കൊക്കെ, ശരിക്കും വരച്ചിട്ട പോലെ ഉണ്ട്. കൂട്ടുകാരെ, നമ്മൾ ഈ ഒരു മലയാളികൾ എന്ന് പറയുമ്പോൾ നമുക്ക് നാടൻ വിഭവങ്ങളോട് എത്രയായാലും ഒരു പ്രത്യേക ഒരു ഇഷ്ടം തന്നെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ സ്വന്തമായിട്ട് നമ്മുടെ പറമ്പിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൽ നിന്ന് ഒരു വിളവെടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെ ആയിരിക്കില്ലേ. അതേപോലെ എന്താ ഈ കാണുന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇപ്പോൾ നമ്മൾ കപ്പക്കൂടം വെട്ടിയിട്ട് കപ്പയുടെ ഒരു കമ്പ് നമ്മൾ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇനി മുളയ്ക്കാൻ കുറച്ച് ടൈമൊക്കെ എടുക്കും. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ കപ്പക്കൂട് വെട്ടി അതേപോലെ നമ്മൾ നന്നായിട്ട് നട്ടു കൊടുത്തിട്ട്, അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമ്മൾ താഴേക്ക് കൊണ്ടുപോകും. അത്യാവശ്യം നന്നായിട്ട് താഴേക്ക് നമ്മൾ നട്ടു കൊടുത്തിട്ട്. അപ്പോൾ ഇവിടെ ഒരു ശല്യം എന്ന് പറയുമ്പോൾ പന്നിയുടെ ശല്യമാണ്. അപ്പോൾ എന്തായാലും കമ്പിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമ്മളൊന്ന് ഇതിനെ കുറച്ചുകൂടി പ്രൊട്ടക്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പറിക്കാൻ വരുന്ന ടൈമിൽ ഒന്നും കിട്ടില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നന്നായിട്ട് തന്നെ ചേമ്പൊക്കെ ഉണ്ടായ ഒരു ടൈമിൽ ചേമ്പിൽ അത്യാവശ്യം നല്ല ഇതിൽ കിഴങ്ങായ സമയത്ത് നമ്മൾ പറിക്കാൻ നോക്കിയപ്പോൾ പറിക്കാനുള്ള എല്ലാം നമ്മുടെ പറമ്പിലുള്ള നമ്മുടെ കർഷകരുണ്ട്, നമ്മുടെ പന്നി കർഷകർ, അവർ വന്നിട്ട് വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നമുക്കൊന്ന് സേഫ് ആക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കാനുണ്ട്. അതേപോലെ നമ്മളിപ്പോൾ ഈ ഒരു കപ്പക്കൂടം വെട്ടി കപ്പൊക്കെ നട്ടുള്ള ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇഞ്ചി നട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വിളവ് കിട്ടിയിട്ട് ഇഞ്ചിന്ന്. അതാണ് ഈ ഒരു പച്ചമുളക് കാണുന്നത്. അതായത് ഇഞ്ചി നട്ട ടൈമിൽ ഇഞ്ചിയുടെ ഇടവിളയായിട്ട് നമ്മൾ കുറച്ച് പച്ചമുളക് കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേയൊക്കെ നമ്മൾ പച്ചമുളക് പറിച്ചിട്ടുണ്ടാകും, അതിലൊക്കെ കുറച്ച് ഉണ്ട്. അപ്പോൾ അതൊക്കെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയിട്ട് പൊടിപ്പിക്കാൻ വേണ്ടി അടിപൊളിയാണ്. നല്ല എരിവുള്ള പച്ചമുളകാണ്. അതേപോലെ തന്നെ കൂട്ടുകാരതാ ആ മരങ്ങളുടെ ഇടയിൽ കൂടെ ഒരാളെ കാണുന്നുണ്ടോ? നമ്മുടെ സൂര്യനൊക്കെ അങ്ങ് അസ്തമിച്ചപ്പോൾ അടുത്ത ആൾ വന്നിട്ടുണ്ട്, നമ്മുടെ അമ്പിളി മാമൻ, നമ്മുടെ ചന്ദ്രൻ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചന്ദ്രൻ വന്ന അവസ്ഥയ്ക്ക് അത്യാവശ്യം ഇരുട്ടായും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കാലാവസ്ഥയൊക്കെ നമ്മൾ വന്നതിനെ അപേക്ഷിച്ച് നല്ല രീതി തന്നെ മാറിയിട്ടുണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് പോകാല്ലേ, കാരണം അത്യാവശ്യം സന്ധ്യ മയങ്ങിയിട്ടുണ്ടല്ലോ. അതേപോലെ തന്നെ കൂടിയാണ് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ നമ്മുടെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അതേപോലെ നമ്മുടെ കൃഷിയും അതൊക്കെയാണ് നമ്മൾ ഇതിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് കാണുന്നത്. ബൈ.